ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. കല്ലറ തുറന്നിടവേ രാജസേവകർ ഭയന്നിടവേ വല്ലഭനീശു ഉയർത്തെഴുന്നേറ്റു. നിത്യമാം ജീവനെ നൽകിടുവാൻ വല്ലഭനീശു ഉയർത്തെഴുന്നേറ്റു. നിത്യമാം ജീവനെ നൽകിടുവാൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരണമേ വിഷമെവിടെ? പാതാളമേ ജയമെവിടെ? മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരിയെ ജയിച്ചവനായി മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരിയെ ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരുടെ ഇടയിൽ ജീവനാഥനെ തേടുകയോ? നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം മുതൽ പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവ കൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതായ തിരുവചനമാണ് പ്രവചനം എന്ന് പറയുന്നത്. വരാൻ പോകുന്ന സംഭവങ്ങൾ, ഇനിയും സംഭവിക്കാനുള്ള കാര്യങ്ങൾ, അതെന്തെല്ലാമെന്ന് തിരുവചനം വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു തരുന്നു പ്രവചനങ്ങളിൽ കൂടി. നമ്മുടെ ഈ ബൈബിളിൽ പ്രവചന ഗ്രന്ഥങ്ങളുണ്ട്, കാവ്യഗ്രന്ഥങ്ങളുണ്ട്, കഥാഗ്രന്ഥങ്ങളുണ്ട്, പ്രബന്ധങ്ങളുണ്ട്,
മനോഹരമായ കീർത്തന ഗ്രന്ഥങ്ങളുണ്ട്. പ്രവചന ഗ്രന്ഥങ്ങൾ അത് ഇനി മേലിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ച് തരികയാണ്. അത് വ്യാഖ്യാനിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടല്ല. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിച്ചാൽ തെറ്റുപറ്റിപ്പോകും. അത് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചാണ് വ്യാഖ്യാനിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന് നൽവരം ആവശ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ആവശ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം ആവശ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് വെളിപ്പെടുത്തി തരേണ്ടതാണ്. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്തിൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ പ്രവചനങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ. നാം മരണത്തെയും മരണത്തിന് ശേഷമുള്ള അവസ്ഥയെയും കുറിച്ചുള്ള പ്രവചനപരമായ കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് പഠിച്ചു വരികയായിരുന്നു. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയെന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിലുള്ളതായ ചോദ്യം, ആ ചോദ്യത്തിൻ്റെ മറുപടി നാം ഇതിനകം തിരുവചനത്തിൽ കൂടി മനസ്സിലാക്കി കഴിഞ്ഞു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന് അതേ അധ്യായത്തിൽ തന്നെ ഇയ്യോബ് ചോദിക്കുന്ന ആ ചോദ്യം, അതിൻ്റെ മറുപടിയും കാണാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചില പ്രസംഗങ്ങളിൽ അത് സൂചിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണും. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? പ്രവചനത്തിൽ കൂടി വരാനിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ കരുണയുള്ള കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതായ കാര്യങ്ങൾ നാം ഗ്രഹിക്കുന്നതിൽ കൂടി ഇതിൻ്റെ വ്യാഖ്യാനം പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. അതാണ് പറഞ്ഞത്, പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്തെ പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ പ്രവചനങ്ങളെ കരുതിക്കൊള്ളേണ്ടതാണ്. വെളിച്ചമില്ലാത്ത സ്ഥലത്ത് വിളക്ക് കത്തിച്ചു വയ്ക്കുമ്പോൾ വെളിച്ചമുണ്ടാകും, ഇരുൾ മാറും. നമ്മുടെ ഹൃദയത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇരുളാണ്, ഒന്നും അറിഞ്ഞുകൂടാ, നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ പ്രവചനം മൂലം ഇരുണ്ട സ്ഥലത്ത് വെളിച്ചം പ്രകാശിക്കുന്നത് പോലെ, വിളക്ക് വയ്ക്കുന്നത് പോലെ നമുക്ക് പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ പ്രകാശം, വെളിപ്പാട് തരികയാണ്. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. മനുഷ്യൻ്റെ ഭാവനയിലോ അവൻ്റെ ഊഹാപോഹങ്ങളിലോ അവൻ്റെ വ്യക്തിഗതമായ നിഗമനങ്ങളിലോ തങ്ങി നിൽക്കുന്നതല്ല. മനുഷ്യൻ പറയുന്നതായ കാര്യങ്ങൾ, പ്രവചനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തരുന്നതാണ്, പരിശുദ്ധാത്മാ നിയോഗം മൂലം ലഭിക്കുന്നതാണ്. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ഇംഗ്ലീഷ് ബൈബിളിൽ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ കുറേ കൂടി ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് അർത്ഥം സുഗ്രഹമാകും. And we have the prophetic word made more firm, to which you do well to give heed, as to a lamp shining in a dark place, until the day dawns and the morning star rises in your hearts. ഈ പ്രവചനത്തിൻ്റെ വെളിച്ചം കിട്ടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുന്നതായ അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. ഹൃദയങ്ങളിൽ വെളിവ് കിട്ടുകയാണ് ചെയ്യുന്നത്. അന്ധകാരാവൃതമായ മനോമണ്ഡലത്തിലേക്ക് പ്രകാശം കടന്നു വരികയാണ് ചെയ്യുന്നത്. ഇരുളടഞ്ഞതായ നമ്മുടെ ചിന്താഗതികൾ അവിടെയെല്ലാം പ്രകാശം പരത്തി തരികയാണ് ചെയ്യുന്നത് പ്രവചനം. ആസ് ടു എ ലാമ്പ് ഷൈനിങ് ഇൻ എ ഡാർക്ക് പ്ലേസ്, ഒരു ഇരുണ്ട സ്ഥലത്ത് പ്രശോഭിക്കുന്ന വിളക്ക് പോലെയാണത്. മാത്രമല്ല, അണ്ടിൽ ദ ഡേ ഡോൺസ്, ഈ ഇരുൾ മാറി നേരം വെളുക്കുന്നത് വരെയും, നീതിസൂര്യനായ ക്രിസ്തു വരുന്നത് വരെ, രാജാധിരാജനായ ക്രിസ്തു എഴുന്നള്ളി വരുന്നത് വരെ, ഒരു പുതിയ നിത്യതയുടെ ശുഭപ്രകാശം ഉദിക്കുന്നത് വരെ നമുക്ക് ഈ പ്രവചനങ്ങൾ
അത് നമുക്ക് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നമുക്ക് പ്രയോജനപ്പെടും. Until the day dawns and the morning star rises in your hearts. ഉദയനക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നത് വരെ. സഹോദരങ്ങളെ, വീണ്ടും അപ്പോസ്തലൻ പറയുകയാണ്, അടുത്ത വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, knowing this first, that no prophecy of scriptures is of one's own interpretation. ആരുടെയും വ്യക്തിപരമായ വ്യാഖ്യാനത്താലല്ല പ്രവചനം ഉളവാകുന്നത്. No prophecy of scripture is of one's own interpretation. ആരുടെയും സ്വന്തം വ്യാഖ്യാനത്തിൽ ഉണ്ടാകുന്നതല്ല. കാരണം no prophecy was ever born by the will of man. ഒരു മനുഷ്യൻ്റെ ഇഷ്ടത്തിൽ നിന്നോ മനുഷ്യൻ്റെ ആശയഗതിയിൽ നിന്നോ മനുഷ്യൻ്റെ അഭിപ്രായത്തിൽ നിന്നോ ഉളവാകുന്നില്ല പ്രവചനങ്ങൾ. ബട്ട് മെൻ സ്പോക്ക് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് സംസാരിക്കുകയാണ് മനുഷ്യർ. പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ചിട്ട്, പരിശുദ്ധാത്മാവിൽ നിയോഗം പ്രാപിച്ചിട്ട്, പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ചിട്ട് സംസാരിക്കുന്നു. വൈൽ ബീങ് ബോൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ വഹിക്കപ്പെട്ടവനായി സംസാരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മരണത്തിന് ശേഷം എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്, ഒരു ദിവസം മരിക്കും നിശ്ചയം, പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ തിരുവചനത്തിൽ തന്നിട്ടുണ്ട്. ജീവദായകമായ തിരുവചനത്തിൽ എല്ലാം കൃത്യമായി വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ജീവിക്കും. യോഹന്നാന്റെ സുവിശേഷം 11-25 വാക്യത്തിൽ നാം അത് കണ്ടതാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നമുക്ക് വായിക്കാം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ 15-ാം അധ്യായം 20-ാം വാക്യം മുതൽ, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിലെല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. ആദ്യഫലം ക്രിസ്തു. ആദ്യമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആദ്യഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൻ്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കും. കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ, ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ, ദ സെക്കൻഡ് അഡ്വെൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ തന്നോടുകൂടെ ഉള്ളവർ, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ, അവർ ഉയർത്തെഴുന്നേൽക്കും. ഓരോരുത്തരും താൻ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കും. ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? ക്രിസ്തുവിനുള്ളവരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. ഒന്നാമത്തെ പുനരുത്ഥാനമുണ്ട്, രണ്ടാമത്തെ പുനരുത്ഥാനമുണ്ട്. പരിശുദ്ധന്മാരുടെ പുനരുത്ഥാനമുണ്ട്. നീതികെട്ടവരായി ജീവിച്ച് മൺമറഞ്ഞു പോയവരുടെ പുനരുത്ഥാനമുണ്ട്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം കണ്ടു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-6 വാക്യങ്ങൾ. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒരു ഭാഗം ആളുകൾ ഉയർത്തെഴുന്നേറ്റു. ആദ്യം ക്രിസ്തുവിൻ്റെ വരവിങ്കിൽ ഉയർത്തെഴുന്നേറ്റു. ഒന്നാമത്തെ പുനരുത്ഥാനം. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. പരിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, നീതിമാന്മാർ ഉയർത്തെഴുന്നേൽക്കും. അതിനെക്കുറിച്ചാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ കരുണയുള്ള കർത്താവ് പറഞ്ഞത്. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരമുണ്ടാകും. നീതിമാന്മാരുടെ പുനരുത്ഥാനമുണ്ട്, മാനസാന്തരപ്പെടാത്തവരുടെ പുനരുത്ഥാനമുണ്ട്. നീതിമാന്മാരുടെ പുനരുത്ഥാനമാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. അത് വിശുദ്ധന്മാരുടെ പുനരുത്ഥാനമാണ്. നീതിമാന്മാർ അല്ലെങ്കിൽ വിശുദ്ധന്മാർ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നീതീകരണം പ്രാപിച്ചവർ, യേശുക്രിസ്തു ക്രൂശിൽ നേടിത്തന്ന രക്ഷ സ്വന്തം അനുഭവമാക്കിയവർ, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നവർ,
അവരുടെ പുനരുത്ഥാനം അത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളത് വിശുദ്ധനാണ്, നീതിമാനാണ്. അതിൽ പങ്കുള്ളൂ. നീതിമാനാണ്, അവൻ വിശുദ്ധനാണ്, അവൻ ഭാഗ്യവാനാണെന്ന് തിരുവചനം പറയുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നു, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ഉണരും, പലരും ഉയർത്തെഴുന്നേൽക്കും. ചിലർ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കും, ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉയർത്തെഴുന്നേൽക്കും. നിത്യജീവന് വേണ്ടി ചിലരെ ഉയർത്തെഴുന്നേൽക്കും, എവർലാസ്റ്റിംഗ് ലൈഫ്, സ്വർഗസന്തോഷം, സ്വർഗമഹാഭാഗ്യം. എന്നാൽ വേറെ ചിലർ അവർ നിത്യനിന്ദയ്ക്കും നിത്യലജ്ജയ്ക്കുമായി ഉണരും. അതിനെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്. 17-ാം സങ്കീർത്തനം 17-ാം സങ്കീർത്തനത്തിൽ ദാവീദ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 17-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യം, ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. 2 തരം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ചിലർ ദൈവത്തിൻ്റെ നീതി അനുഭവിക്കാത്തവരാണ്. അവരുടെ ലക്ഷ്യം ഈ ലോകമാണ്. അവർക്കുമുണ്ട് മക്കൾ, നീതിമാന്മാർക്കും മക്കളുണ്ട്. അവർക്കുണ്ട് സ്വത്ത്, നീതിമാന്മാർക്കും സ്വത്തുണ്ട്. പക്ഷേ ചിലർ അവരുടെ സമ്പത്ത് അവരുടെ ആശ്രയമാണ്. സമ്പത്തിന് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്, പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഈ ലോക സുഖത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവർ ക്രിസ്തു തരുന്നതായ നീതീകരണം അനുഭവിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് പറയുകയാണ് 14-ാം വാക്യം, തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വസ്തുവിൽ നിന്ന് വിടുവിക്കണമേ. യഹോവേ, എൻ്റെ പ്രാണനെ നിൻ്റെ വാൾ കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വസ്തുവിൽ നിന്ന് വിടുവിക്കണമേ. ലൗകിക പുരുഷന്മാരുടെ വസ്തുവിൽ നിന്ന് തന്നെ വിടുവിക്കണമേ. ലൗകിക പുരുഷന്മാരുണ്ട്, പരിശുദ്ധന്മാരുണ്ട്. ഈ പരിശുദ്ധന്മാരിൽ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവരും നീതിമാന്മാരായവരും ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവർക്കും വീടുണ്ട്, കുടിയുണ്ട്, കുടുംബമുണ്ട്. അവർക്കും സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഭവനമുണ്ട്. അവർക്കും ഈ ലോക ജീവിതത്തിലെ ആവശ്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ ആശ്രയം ഈ ലോകത്തിലെ കാര്യങ്ങളല്ല. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്, മക്കൾ ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. അവരും ഈ ലോകത്തിലെ ലൗകിക പുരുഷന്മാർ, അവർ സമ്പത്ത് കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. നീതിമാന്മാരായവരും അവരും മക്കളെ വളർത്തുന്നു, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നു, കരുതുന്നു. അതിലൊന്നുമല്ല തെറ്റ്. എന്താണ് കാരണം? അവർ ഈ ലോകത്തിലാണ് അവരുടെ ആശ്രയം. അവർ ലൗകിക പുരുഷന്മാരാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മുടെ കരുണയുള്ള കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലൗകികന്മാരല്ല, നിങ്ങൾ ലോകത്തിന് യോഗ്യരല്ല, ലോകം നിങ്ങൾക്ക് യോഗ്യമല്ല. ഞാൻ നിങ്ങൾ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾ ലോകത്ത് ജീവിക്കുന്നു, പക്ഷേ ഞാൻ നിങ്ങൾ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ്. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. ലോകം നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചു എന്ന് നിങ്ങൾ അറിവീൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങൾ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലൗകിക പുരുഷന്മാർ നിങ്ങളെ പകയ്ക്കുന്നു. ലോകവും ധനവും ഈ ലോകത്തിൻ്റെ സമ്പത്തും സൗകര്യങ്ങളും സുഖഭോഗങ്ങളും മാത്രം ആശ്രയമായിരിക്കുന്നവർ, അവർ സാക്ഷാൽ ആത്മാവിൻ്റെ വിശുദ്ധിയും നീതീകരണവും അനുഭവിക്കുന്ന ദൈവമക്കളെ പകയ്ക്കുന്നു, എതിർക്കുന്നു. സ്വാഭാവികമാണത്. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. ലോകം പകയ്ക്കും, ലോകം എതിർക്കും. അതാണ് ദാവീദ് പറഞ്ഞത്, യഹോവേ, എൻ്റെ പ്രാണനെ നിൻ്റെ വാൾ കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ പക്കൽ നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. അവരുടെ ആശ്രയം ഈ ആയുസ്സിലാണ്. ഈ ലോകത്തിലെ കാര്യമേ ചിന്തയുള്ളൂ. മരണത്തിന് ശേഷമുള്ളൊരു ജീവിതമുണ്ടായെന്നവർ ചിന്തിക്കുന്നില്ല, ഒരു നിത്യതയുണ്ടായെന്നവർ ചിന്തിക്കുന്നില്ല. ആ നിത്യത ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം എന്ന ഈ ലൗകിക പുരുഷന്മാർ ചിന്തിക്കുന്നില്ല. ഈ ലോകത്തിൽ സുഖിക്കുക, തിന്നുക, കുടിക്കുക, ഇണചേരുക, വിശ്രമിക്കുക എന്നിങ്ങനെയുള്ളതായ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം അവരുടെ ആശ്രയവും ആശയും തങ്ങി നിൽക്കുകയാണ്. അതാണ് പറഞ്ഞത്, അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്, തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ, എന്നാൽ കർത്താവേ, നിൻ്റെ ദാസനായ ഞാൻ, നിൻ്റെ കൃപയാൽ വിളിക്കപ്പെട്ടവനായ ഞാൻ, നിൻ്റെ കൃപയാൽ സത്യമായ ഒരു വെളിച്ചം കിട്ടിയവനായ ഞാൻ, നിൻ്റെ കൃപയാൽ
നീ തിരഞ്ഞെടുക്കുവാൻ നിനക്ക് തിരുമനസ് തോന്നിയതായ ഈ സാധുവായ ഞാൻ, കർത്താവേ, നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും. ഞാൻ നീതിമാനായി ഈ ഭൂമിയിൽ ജീവിക്കും, എന്നിട്ട് നീതിയിൽ നിൻ്റെ മുഖത്തെ ഞാൻ കാണും. ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. എന്താണ് ഞാൻ ഉണരുമ്പോൾ എന്ന് പറഞ്ഞത്? ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്നാണ്. ഞാൻ ഉണരുമ്പോൾ. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ കാണാം, ബട്ട് ആസ് ഫോർ മീ മൈ കണ്ടൻമെൻറ്റ് ഈസ് നോട്ട് ഇൻ വെൽത്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സംതൃപ്തി പണത്തിലല്ല. മൈ കണ്ടൻമെൻറ്റ് ഈസ് നോട്ട് ഇൻ വെൽത്ത്. എൻ്റെ സന്തോഷവും സംതൃപ്തിയും എൻ്റെ ഹൃദയത്തിൽ സന്തോഷം ഉളവാക്കുന്നത് ഈ ലോകത്തിലെ ധനമല്ല. ധനമുണ്ട്, കൊട്ടാരമുണ്ട്, അരമനയുണ്ട്, അന്തഃപുരമുണ്ട്, കുടുംബജീവിതമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ എൻ്റെ ദൈവമേ, എൻ്റെ ഓഹരി ഈ ആയുസല്ല. ആസ് ഫോർ മീ, എന്നെ സംബന്ധിച്ചിടത്തോളം മൈ കണ്ടൻമെൻറ്റ് ഈസ് നോട്ട് ഇൻ വെൽത്ത്. വെറും ധനത്തിലല്ല എൻ്റെ ആശ്രയം, എൻ്റെ സംതൃപ്തി അതിലല്ല. ബട്ട് പിന്നെ എന്തിലാണ്? ഇൻ സീയിങ് യു ആൻഡ് നോയിങ് ഓൾ ഈസ് വെൽ ബിറ്റ്വീൻ അസ്. നിന്നെ കാണുന്നതിലാണ് എൻ്റെ സംതൃപ്തി. നിന്നെ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തിൻ്റെ മുഖം കാണും. കർത്താവേ, നിന്നെ കാണുന്നതിലാണ് എൻ്റെ സംതൃപ്തി. നീയുമായി ഓൾ ഈസ് വെൽ ബിറ്റ്വീൻ അസ്. കർത്താവേ, നാം തമ്മിൽ ഐക്യത്തിലാണ് എന്ന്, നാഥ ദൈവമേ, നീയും ഞാനും തമ്മിൽ ഒരു മനസ്സാണ് എന്ന്, ആ നിരപ്പിലും ഐക്യത്തിലുമാണ് എന്ന് അറിയുന്നതാണ്. അതിലാണ് എൻ്റെ സന്തോഷം. മൈ കണ്ടൻമെൻറ്റ് ഈസ് നോട്ട് ഇൻ വെൽത്ത് ബട്ട് ഇൻ സീയിങ് യു ആൻഡ് നോയിങ് ഓൾ ഈസ് വെൽ ബിറ്റ്വീൻ അസ്. നാം തമ്മിൽ ഓൾ ഈസ് വെൽ, പരസ്പരം ഐക്യത്തിലാണ്. ദൈവവുമായി വിഘടനമില്ല. ദൈവത്തോട് ചേർന്നാണ് പോകുന്നത്. ഒരു പാവം ഇടയ്ക്ക് കയറി നിൽക്കുന്നില്ല, ഒരു തിന്മ ഇടയ്ക്ക് കയറി നിൽക്കുന്നില്ല. ലൗകിക സുഖഭോഗങ്ങളിലേക്കുള്ള വാഞ്ചയോ ആസക്തിയോ ഇടയ്ക്ക് ദൈവത്തിനും എനിക്കും ഇടയ്ക്ക് നിൽക്കുന്നില്ല. ഓൾ ഈസ് വെൽ ബിറ്റ്വീൻ അസ്. നാം തമ്മിൽ നിരപ്പിലാണ്. ആൻഡ് വെൻ ഐ എവേക്ക് ഇൻ ഹെവൻ, മരണം കഴിഞ്ഞ് ഞാൻ അന്ന് അവിടെ സ്വർഗത്തിൽ വന്ന് ഉണരും. ഭൂമിയിൽ മരിക്കും, ഉണരുന്നത് സ്വർഗത്തിലാണ്. വെൻ ഐ എവേക്ക് ഇൻ ഹെവൻ ഐ വിൽ ബി ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഒരു മുഴുവൻ സന്തോഷം എനിക്ക് കിട്ടും, മുഴുവൻ സംതൃപ്തി എനിക്ക് കിട്ടും. ഇപ്പോൾ ഈ ഭൂമിയിൽ ഭാഗികമായ സന്തോഷമാണ് കിട്ടുന്നത്, എന്നാൽ സമ്പൂർണ്ണ സന്തോഷം എനിക്ക് ലഭിക്കും. വെൻ ഐ എവേക്ക് ഇൻ ഹെവൻ ഐ വിൽ ബി ഫുള്ളി സാറ്റിസ്ഫൈഡ് ഫോർ ഐ വിൽ സീ യു ഫേസ് ടു ഫേസ്. കർത്താവേ, നിന്നെ ഞാൻ മുഖാമുഖം വന്ന് കാണും. ഇന്ന് എൻ്റെ ദൈവമേ, ഈ ലോക ജീവിതം താൽക്കാലികമായി, ഈ ലോക ജീവിതം ഇത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ എൻ്റെ മനസ്സ് തങ്ങി നിൽക്കാതെ, ഈ ലോകത്തിലേക്ക് ആശ്രയം വയ്ക്കാതെ, എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയം ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞു മാറി നിന്നുകൊണ്ട് ഞാൻ ആത്മീയനായി, ഞാനൊരു ദൈവീകനായി, ഒരു ദൈവപുരുഷനായി ഞാൻ ജീവിച്ച്, കർത്താവേ, എൻ്റെ ഓട്ടം ഓടി തികച്ച് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു വരുമ്പോൾ നിൻ്റെ സ്നേഹോഷ്മളമായ ശബ്ദം ഞാൻ കേൾക്കും. എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന സ്വരം ഞാൻ കേൾക്കും. എൻ്റെ ഉള്ളത്തെ ചൂട് പിടിപ്പിക്കുന്ന സ്വരം ഞാൻ കേൾക്കും. എന്താണത്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് ഞാൻ നിന്നെ വിചാരകനാക്കും. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ നമുക്ക് പങ്കുവേണം. കർത്താവേ, നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ എനിക്ക് പങ്കുവേണം. പരിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന നിരയിൽ എനിക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന ഇടയാകണം. നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിലെന്ന് ഞാൻ പാടിയിട്ടുണ്ട്, പക്ഷേ അത് നിൽക്കാനുള്ള യോഗ്യതയെ നേടിയിട്ടില്ല. നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ നിന്ന് പാടാൻ പിതാക്കന്മാരെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ പാടാറുണ്ട്. പക്ഷേ അതിനുള്ള യോഗ്യത നാളെ വരെ ഞാൻ നേടിയില്ല. കാരണം ഇന്നും എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട്, ഇന്നും എൻ്റെ ജീവിതത്തിൽ തിന്മയുണ്ട്, ഇന്നും എൻ്റെ ജീവിതത്തിൽ അശുദ്ധിയുണ്ട്, ഇന്നും എൻ്റെ ജീവിതത്തിൽ ദ്രവ്യാഗ്രഹമുണ്ട്, ഇന്നും എൻ്റെ ജീവിതത്തിൽ സ്വാർത്ഥതയുണ്ട്, ഇന്നും എൻ്റെ ഹൃദയത്തിൽ ചില ഈർഷ്യകളും പിണക്കങ്ങളുമുണ്ട്. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ തിന്മകളുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ദുരാത്മാക്കൾ അവകാശം പറയുന്ന അനേകം തിന്മ പ്രകൃതികളുണ്ട്, തിന്മ സ്വഭാവങ്ങളുണ്ട്. ഉടയവനെ, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കുകയാണ്, നിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നോട് നീ മനസ്സറിയണം. ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. ആൻഡ് വെൻ ഐ വേക്ക് ഇൻ ഹെവൻ ഐ വിൽ ബി ഫുള്ളി സാറ്റിസ്ഫൈഡ് ഫോർ ഐ വിൽ സീ യു ഫേസ് ടു ഫേസ്. നിന്നെ ഞാൻ മുഖാമുഖം കാണും. ഇന്ന് എൻ്റെ ഈ ദൃശ്യമായ നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല നിന്നെ. പക്ഷേ ഞാൻ ആത്മാവിലാകുമ്പോൾ, ഈ ശരീരം വിട്ട് ഞാൻ ആത്മലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഞാൻ നിന്നെ ആത്മാവായി നിന്നെ ആത്മാവിൽ ഞാൻ കാണും, മുഖാമുഖം കാണും. ദൈവജനമേ, നിങ്ങളെന്ത് പറയുന്നു? ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകാടുവാൻ നിങ്ങളുടെ ജീവിതം പുതുക്കിയോ? ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുന്നു. ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിനുള്ളവർ
പരിശുദ്ധന്മാർ, നീതിമാന്മാർ മാത്രം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ വരവ് എപ്പോഴും നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഹൃദയം നമുക്ക് സമർപ്പിക്കാം, ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ഒരു പുതിയ ജീവിതം നമുക്ക് തുടങ്ങാം. എന്തിന് വൈകണം പ്രിയപ്പെട്ടവരെ? എന്തിന് താമസിക്കണം? ക്രിസ്തു വരാറായി. അവൻ്റെ വരവിൻ്റെ കാഹളധ്വനി കേൾക്കാറായി. അവൻ്റെ കാലൊച്ച കേട്ട് തുടങ്ങിയിരിക്കുന്നു. ഈ പ്രകൃതി പോലും തരിച്ചു തുടങ്ങിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ അന്തരീക്ഷം ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. യുദ്ധകാഹളധ്വനികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർത്തുകൊണ്ടിരിക്കുന്നു. വിവിധങ്ങളായ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വേഗം വേഗം ഉണരുക, അതിവേഗം ഉണരുക. ഈ കാലയളവിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാകുന്നുവെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ ദൈവമേ, നിൻ്റെ വരവെങ്കിൽ വിശുദ്ധന്മാർ പറന്നുയരുന്ന കൂട്ടത്തിൽ എനിക്കും പറക്കാനിടയാകണം. അതിനെന്നെ യോഗ്യനാക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ, നിങ്ങളെ തന്നെ സമർപ്പിക്കുവീൻ. പാപജീവിതത്തോട് യാത്ര പറയുവീൻ. തിന്മയെ ഉപേക്ഷിപ്പീൻ. പൈശാചിക ശക്തിയെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പ് അനുഭവിപ്പീൻ. ക്രിസ്തുവിൻ്റെ രക്ഷ കരഗതമാക്കുവീൻ. ക്രിസ്തു തരുന്നതായ നിത്യ സ്വർഗീയ സന്തോഷത്തിൻ്റെ സൗഭാഗ്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ സൗജന്യമായി തരുന്നത് ഏറ്റുവാങ്ങുവീൻ. ക്രിസ്തുവിനെ സ്വീകരിപ്പീൻ. ക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിപ്പീൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ജീവനുള്ള ക്രിസ്തുവിന്റെ തിരുവചനത്താൽ എല്ലാവരെയും പോഷിപ്പിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് യേശുവേ നിന്റെ വെളിച്ചം സത്യപ്രവചനമായും സത്യപ്രകാശമായും കടന്നു വന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തവരുടെ ശിരസിന്മേൽ അവിടെ തൃക്കരം വെച്ച് ആശീർവദിക്കണമേ. കർത്താവേ, തിരുരക്തത്തിന്റെ മുദ്ര അണിയിക്കണമേ. നാഥാ, രോഗസൗഖ്യം നൽകണമേ. പാപശാപങ്ങൾ മാറ്റണമേ. ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാ ആകുലങ്ങളും മാറ്റണമേ. എല്ലാ ആവലാദികളും മാറ്റണമേ. പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ. കടബാധ്യതകൾക്ക് പൊറുതി തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.